ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്നൊരു ചാപ്റ്റർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് ഇൻവെൻറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ചില കോസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു തിയറി ഭാഗമാണിത്. 4 തരത്തിലുള്ള കോസ്റ്റാണ് ഇൻവെൻറ്ററിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ്, രണ്ടാമത്തേത് ഓർഡറിംഗ് ഓർ റീപ്ലനിഷ്മെൻറ്റ് ഓർ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തേത് ഇൻവെൻറ്ററി ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്, നാലാമത്തേത് ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ 4 കോസ്റ്റുകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. അതായത് ഇൻവെൻറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള 4 കോസ്റ്റാണ്. 2 മാർക്കും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓർഡറിംഗ് ഓർ റിപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ്, ഇൻവെൻറ്ററി ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്, അതേപോലെ ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഈ 4 കോസ്റ്റുകൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് നോക്കാം. It is the cost at which an item is to be purchased or when an item is to be produced. It is the direct manufacturing cost. ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കോസ്റ്റാണ് പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ് ഈസ് ദ ഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന ഡയറക്റ്റ് കോസ്റ്റാണ് ഈ പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് അറ്റ് വിച്ച് എൻ ഐറ്റം ഈസ് ടു ബി പർച്ചേസ്ഡ് ഓർ വെൻ എൻ ഐറ്റം ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ വരുന്ന ഡയറക്റ്റ് കോസ്റ്റാണ്, ചെയ്യാനോ വേണ്ടി വരുന്ന ഡയറക്റ്റ് കോസ്റ്റിനെയാണ് പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. If the unit cost is constant, then it does not affect the inventory control decisions. അതായത് യൂണിറ്റ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആകുന്ന കാരണം കൊണ്ട് ഒരിക്കലും എന്ത് വരില്ല, അത് ഇൻവെൻറ്ററി കൺട്രോൾ ഡിസിഷൻസിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. സോ ബട്ട് വി നോ ഇറ്റ് ഡസ് നോട്ട് ബിക്കം കോൺസ്റ്റൻറ്റ്, സോ വി വാണ്ട് ടു കൺസിഡർ ദ ഇമ്പാക്ട് ഓഫ് പർച്ചേസ് കോസ്റ്റ് ഓൺ ഇൻവെൻറ്ററി കൺട്രോൾ ഡിസിഷൻസ്. പക്ഷേ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് കോസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻവെൻറ്ററി കൺട്രോൾ ചെയ്യാനുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും യൂണിറ്റ് കോസ്റ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആവില്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് അല്ല എന്ന് നമുക്കറിയാവുന്ന കാരണം കൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ബിക്കം കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റൻ്റായി മാറുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് കോസ്റ്റിൻ്റെ ഇമ്പാക്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇൻവെൻറ്ററി കൺട്രോൾ ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് കോസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാനോ വേണ്ടി വരുന്ന ഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റിനെയാണ് അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കോസ്റ്റാണ് ഓർഡറിംഗ് കോസ്റ്റ്, അല്ലെങ്കിൽ അതിന് റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്നോ പറയാം. എന്താണ് ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയാൻ നോക്കാം. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ റീപ്ലനിഷിംഗ് ദ ഇൻവെൻറ്ററി. അതായത് ഒരു ഇൻവെൻറ്ററി റീപ്ലനിഷിംഗ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. റീപ്ലനിഷ് ചെയ്യാറ് എന്താണ്, പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക എന്ന് പറയും. അതായത് നിലവിലുള്ള ഇൻവെൻറ്ററി മാറ്റി പുതിയ ഇൻവെൻറ്ററി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഓർഡറിംഗ് കോസ്റ്റ് ഈസ് ഇൻകേർഡ് ഈച്ച് ടൈം വെൻ എൻ ഓർഡർ ഈസ് പ്ലേസ്ഡ് വിത്ത് ദ സപ്ലയർ സ്റ്റാർട്ട് വിത്ത് പർച്ചേസ് റിക്വിസിഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ കോസ്റ്റ് റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന് വേണ്ടി വരുന്ന കോസ്റ്റ്, അതായത് സാലറീസ് ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഫോർ പർച്ചേസിങ്, ടെലിഫോൺ കോൾസ്, കമ്പ്യൂട്ടർ കോസ്റ്റ്, പോസ്റ്റേജ്, ട്രാൻസ്പോർട്ടേഷൻ, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ്, പ്രോസസ്സിംഗ് പേയ്മെൻറ്റ്സ് എക്സെട്ര. ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള കോസ്റ്റിനെ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്ന്, അതായത് ഇൻവെൻറ്ററി ഓർഡറിംഗ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ റീപ്ലനിഷിംഗ് അല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓർഡറിംഗ് കോസ്റ്റ് ഈസ് ഇൻകേർഡ് ഈച്ച് ടൈം വെൻ എൻ ഓർഡർ ഈസ് പ്ലേസ്ഡ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് ഉണ്ടാവും. വിത്ത് ദ പർച്ചേസ് അക്വിസിഷൻ, പർച്ചേസ് റിക്വിസിഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ സപ്ലയർക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് രൂപവൽക്കരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ ദ കോസ്റ്റ് റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ. ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കോസ്റ്റുമാണ് ഓർഡറിംഗ് കോസ്റ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. അതായത് പർച്ചേസിംഗ് പേഴ്സൺസിന് വേണ്ടി വരുന്ന സാലറി കൊടുക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, ടെലിഫോൺ കോള്, കമ്പ്യൂട്ടർ കോസ്റ്റ്, പോസ്റ്റേജ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യാനും റിസീവിംഗ് ചെയ്യാനും വേണ്ടി വരുന്ന കോസ്റ്റ്, പ്രോസസ്സിംഗ് പേയ്മെൻറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റിപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇൻവെൻറ്ററി ആക്കി മാറ്റുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റുകളാണ്.
ഗുഡ്സിനെ ഇൻവെൻറ്ററി ആക്കി മാറ്റുന്നതിന് വേണ്ടി, റോ മെറ്റീരിയലിനെ ഇൻവെൻറ്ററി ആക്കി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന കോസ്റ്റ്, പേഴ്സൺസിന് കൊടുക്കേണ്ട സാലറിക്ക് വേണ്ടി വരുന്ന കോസ്റ്റ്, ടെലിഫോൺ കോൾസിൻ്റെ കോസ്റ്റ്, കമ്പ്യൂട്ടർ കോസ്റ്റ്, പോസ്റ്റേജ് എക്സെട്ര. റീപ്ലനിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുക, അതായത് റോ മെറ്റീരിയൽ നമ്മൾ മാറ്റിയിട്ട് ഒരു പ്രത്യേക രൂപമായിട്ടുള്ള ഒരു ഇൻവെൻറ്ററി ആക്കി മാറ്റാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അതിനാണ് ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ്. അതായത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളാണ് ഇതിൽ വരിക. ട്രാൻസ്പോർട്ടേഷൻ വരാം, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് വരാം, പ്രോസസ്സിംഗ് ഓഫ് പേയ്മെൻറ്റ്സ് വരാം, അതേപോലെ തന്നെ വർക്കിംഗ് ഫോർ പർച്ചേസിംഗ് വരാം, സാലറീസ് വേണ്ടി വർക്ക് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ കോസ്റ്റ് വരാം, ടെലഫോൺ കോളുകൾ വരാം, കമ്പ്യൂട്ടർ കോസ്റ്റ് വരാം. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഒരു ഓർഡറിംഗ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് എ ഫേം പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓൺ ഗുഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് പർച്ചേസിംഗ് ദ സെയിം ഫ്രം ഔട്ട്സൈഡ് സോഴ്സ്, ദെൻ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റീസെറ്റിംഗ് ദ എക്യുപ്മെൻറ്റ് ഫോർ പ്രൊഡക്ഷൻ. അതായത് ഫേം തന്നെ അതിൻ്റെ ഗുഡ്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സോഴ്സിൽ നിന്നും ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം സ്വന്തം ഗുഡ്സുകളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റീസെറ്റിംഗ് ദ എക്യുപ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ അതായിട്ട് മാറുന്നത്. ദിസ് ഈസ് ദ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർ ദ കോസ്റ്റ് പെർ ഓർഡർ ഓർ പെർ സെറ്റപ്പ്. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ പീരിയഡ് ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ആ ഫോർമുല ചെയ്താൽ നമുക്ക് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കിട്ടും. അതായത് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ പീരിയഡ്, ഒരു പീരിയഡിലുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സിനെ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ, ഓർഡറിനനുസരിച്ചുള്ള ഓർഡറിംഗ് കോസ്റ്റ് കൊണ്ട് നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് നമുക്ക് കിട്ടും. അതായത് ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ റീപ്ലനിഷിംഗ് ദ ഇൻവെൻറ്ററി റീപ്ലനിഷ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഈച്ച് ടൈം വെൻ ആൻ ഓർഡർ ഈസ് പ്ലേസ്ഡ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ കോസ്റ്റ് എന്നുള്ളത് ഇൻകർ ചെയ്യുക. വിത്ത് ദ സപ്ലയറുമായിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ കോസ്റ്റ് ഇൻകർ ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കോസ്റ്റും, അതായത് സാലറീസ് ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഫോർ പർച്ചേസിംഗ്, ടെലഫോൺ കോൾസ്, കമ്പ്യൂട്ടർ കോസ്റ്റ്, പോസ്റ്റേജ്, ട്രാൻസ്പോർട്ടേഷൻ, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ്, പ്രോസസ്സിംഗ് ഓഫ് പേയ്മെൻറ്റ്സ്. ഇതെല്ലാമാണ് നോർമലി ഓർഡറിംഗ് കോസ്റ്റ് എന്നതിൽ വരുന്നത്. ഓർഡറിംഗ് കോസ്റ്റ്, ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ പീരിയഡ്, ഓരോ പീരിയഡിലും വന്നിട്ടുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സിനെ ഓരോ പീരിയഡിലും വന്നിട്ടുള്ള ഓർഡറിംഗ് കോസ്റ്റിൻ്റെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് നമുക്ക് കിട്ടും. ഒരു ഓർഡറിൻ്റെ മുതലുള്ള ഓർഡറിംഗ് കോസ്റ്റ് കൊണ്ട്, അതായത് ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ കൊണ്ട് നമ്പർ ഓഫ് ഓർഡേഴ്സിനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കിട്ടും. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെൻറ്ററി ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻവെൻറ്ററി ക്യാരി ചെയ്യാനോ ഹോൾഡിംഗ് ചെയ്യാനോ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഇൻവെൻറ്ററി ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മെയിൻറ്റെയിനിങ് ദ ഇൻവെൻറ്ററി ലെവൽ. ഇൻവെൻറ്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ടു ബി കെപ്റ്റ് ഇൻ സ്റ്റോക്ക് ആൻഡ് ദ ടൈം ഫോർ വിച്ച് എൻ ഐറ്റം ഈസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക്. അതായത് എത്ര ക്വാണ്ടിറ്റി സ്റ്റോക്കായിട്ട് കെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ എത്ര സമയം ഇത് സ്റ്റോക്കായിട്ട് കെപ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് ബന്ധപ്പെട്ടിരുന്നത്. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര സമയം സ്റ്റോക്കായിട്ട് രൂപീകരിക്കുന്നുണ്ട് എന്നതാണ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻവെൻറ്ററി ലെവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ഇൻവെൻറ്ററി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ഓൺ മണി ഇൻവെസ്റ്റഡ് ഇൻ ഇൻവെൻറ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മണിയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ഇൻവെൻറ്ററി നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം, വെയർഹൗസ് റെൻറ്റ്, ഗോഡൗണുകൾക്ക് കൊടുക്കുന്ന റെൻറ്റ്, ടാക്സസ്, കോസ്റ്റ് ഇൻകേർഡ് ഓൺ ഹീറ്റിംഗ് എക്സെട്ര, ചൂടാക്കാൻ മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ഹീറ്റിങ്ങിനും മറ്റും വേണ്ടി വരുന്ന കോസ്റ്റ്. അപ്പോൾ ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഇൻവെൻറ്ററി, അതായത് സ്റ്റോക്കിനെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ചൂടിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്നും മറ്റ് തേയ്മാനങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ വരും? ഇൻവെൻറ്ററി ഹാൻഡിലിംഗ് കോസ്റ്റ് വരാം, അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് വരാം, ഡിപ്രീസിയേഷൻ വരാം, ഇൻട്രസ്റ്റ് ഓൺ മണി ഇൻവെസ്റ്റഡ് ഇൻ ഇൻവെൻറ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണത്തിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, അതേപോലെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ഇൻവെൻറ്ററിയുടെ മുകളിൽ പെയ്ഡ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം, വെയർഹൗസ് റെൻറ്റ്, ടാക്സ്, കോസ്റ്റ് ഇൻകേർഡ് ഓൺ ഹീറ്റിംഗ് എക്സെട്ര, ഹീറ്റിങ്ങിന് വേണ്ടി വരുന്ന കോസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻവെൻറ്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓവർ എ പീരിയഡ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻവെൻറ്ററി ഡ്യൂറിങ് ദ പീരിയഡ്. ഒരു പർട്ടിക്കുലർ പീരിയഡിലുള്ള ആവറേജ് ഇൻവെൻറ്ററിയെ
കോസ്റ്റ് ഓഫ് ദ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഗുണിച്ചതിന് ശേഷം ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ആസ് പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓവർ എ പീരിയഡ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓവർ എ പീരിയഡ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻവെൻ്ററി ഡ്യൂറിങ് ദ പീരിയഡ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ദ യൂണിറ്റ് ഇൻറ്റു ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ആസ് പെർസെൻറ്റേജ്. ആവറേജ് ഇൻവെൻ്ററി ഡ്യൂറിങ് ദ പീരിയഡ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ദ യൂണിറ്റ് ഇൻറ്റു ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ആസ് പെർസെൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓവർ എ പീരിയഡ് ലഭിക്കും. ഇനി നാലാമത്തെ കോസ്റ്റ്, അതായത് ഏറ്റവും ലാസ്റ്റ് കോസ്റ്റാണ് ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് അറൈസസ് ഡ്യൂ ടു റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് റണ്ണിങ് ഔട്ട് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഐദർ എ ഡിലേ ഇൻ മീറ്റിംഗ് ദ ഡിമാൻഡ് ഓർ ഫെയിലിയർ ടു മീറ്റ് ഇറ്റ് ആൾ ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് സ്റ്റോക്സ്. സ്റ്റോക്കിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ആ ഷോർട്ടേജ് മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അതായത് ആവശ്യത്തിന് ഓർഡർ ഉണ്ടായിട്ടും ഓർഡർ ലഭിച്ചിട്ടും നമുക്ക് സ്റ്റോക്ക് കൊടുക്കാൻ, അതായത് ഇൻവെൻ്ററി നമുക്ക് ഇല്ലാത്തൊരവസ്ഥ വരിക. ഓർഡർ ഉണ്ടാകുന്നു പക്ഷേ ഇൻവെൻ്ററി ഇല്ലാത്തൊരവസ്ഥ വരിക. ഓർഡറുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ഓർഡറിനനുസരിച്ചിട്ട് ഇൻവെൻ്ററിയുടെ ഡിമാൻഡുകൾക്കനുസരിച്ചിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ ആ ഇൻവെൻ്ററി ലഭ്യമാക്കാൻ വേണ്ടി വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റാണ് ഈ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫെയിലിയർ ടു മീറ്റ് ദ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോൾ ആ ഫെയിലിയർ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ടേജ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഐദർ എ ഡിലേ ഇൻ മീറ്റിംഗ് ദ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിൽ ഡിലേ വരുമ്പോഴോ ഓർ ഫെയിലിയർ ടു മീറ്റ് ഇറ്റ് ആൾ ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് സ്റ്റോക്കിൻ്റെ ഷോർട്ടേജ് മുഖാന്തരം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയി വരുമ്പോഴോ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, ലോസ് ഓഫ് ഗുഡ്വിൽ നഷ്ടപ്പെടുന്ന സമയത്ത് വരുന്ന കോസ്റ്റ്, ലോസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ലാഭം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, സ്പെഷ്യൽ ഓർഡേഴ്സ് അറ്റ് ഹയർ പ്രൈസ് ഉയർന്ന പ്രൈസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പെഷ്യൽ ഓർഡേഴ്സ്, ഓവർ ടൈം ഓർ ഐഡിൽ ടൈം പേയ്മെൻറ്റ്സ്, ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു സെൽ എക്സെട്ര. അതായത് സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാവുക. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ വരുന്ന കോസ്റ്റാണ് ഈ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 തരത്തിലാണ് കോസ്റ്റുകളുള്ളത്. ഒന്ന്, ഇൻവെൻ്ററിയുമായി ബന്ധപ്പെട്ട് 4 തരത്തിലാണ് കോസ്റ്റ് ഉള്ളത്. ഒന്ന് പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ്, രണ്ടാമത്തത് ഓർഡറിംഗ് ഓർ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ്, മൂന്നാമത്തത് ഇൻവെൻ്ററി ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്, നാലാമത്തത് ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ വേണ്ടി വരുന്ന ഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റിനെയാണ് അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെൻ്ററി ആയിട്ട് റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ്, ഒരു ഐറ്റത്തിനെ ഇൻവെൻ്ററി ആക്കിയിട്ട് റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓർഡറിംഗ് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സപ്ലയറുടെ കയ്യിൽ നിന്നും ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അത് പർച്ചേസ് റിക്വസിഷനാക്കി മാറ്റാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ് ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് ഓർ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ ഇതിൽ വരും. സാലറീസ് ഓഫ് പേഴ്സൺസ് വരാം, ടെലിഫോൺ കോൾസ് വരും, കമ്പ്യൂട്ടർ കോസ്റ്റ് വരും, പോസ്റ്റേജ് വരും, ട്രാൻസ്പോർട്ടേഷൻ വരും, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് വരും, പ്രോസസ്സിംഗ് ഓഫ് പേയ്മെൻറ്റ്സ് വരും. ഇൻവെൻ്ററി ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവെൻ്ററി ക്യാരി ചെയ്യാൻ വേണ്ടി വരുന്നത്, അതായത് ഇൻവെൻ്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻവെൻ്ററി സ്റ്റോക്കായിട്ട് ഹെൽഡ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്, ഇൻവെൻ്ററി ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് ദ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദ സ്റ്റോക്ക് ടു ബി കെപ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ എത്ര സമയം ആ സ്റ്റോക്കായിട്ട് കെപ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. എത്ര എമൗണ്ട് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ആയിട്ട് കെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര സമയം ഈ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് കെപ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഹാൻഡ്ലിംഗ്, ഇൻവെൻ്ററി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, മെയിൻ്റനൻസിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ഡിപ്രീസിയേഷന് വരുന്ന കോസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ മണി ഇൻവെസ്റ്റഡ് ഇൻ ഇൻവെൻ്ററിയുടെ മുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വരുന്ന ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, വെയർഹൗസ് റെൻറ്റ്, ടാക്സ്, കോസ്റ്റ് ഇൻകേർഡ് ഓൺ ഹീറ്റിംഗ്, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടുള്ള കോസ്റ്റുകൾ. നാലാമത്തേത് പറഞ്ഞത് ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ
സ്റ്റോക്കായിട്ട് റണ്ണിങ് ഔട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഫെയിലിയർ ആവുന്ന സമയത്ത്, കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഫെയിലിയറായി വരുന്ന സമയത്ത് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിലേ വരുമ്പോഴോ അല്ലെങ്കിൽ കസ്റ്റമർ ഡിമാൻഡ് മുഴുവനായിട്ട് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന സന്ദർഭത്തിലോ വരുന്ന കോസ്റ്റിനെയാണ്, പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് വരുമ്പോഴോ, ലോസ് ഓഫ് ഗുഡ് വിൽ ഉണ്ടാകുമ്പോഴോ, പ്രോഫിറ്റബിലിറ്റി നഷ്ടപ്പെടുമ്പോഴോ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു സെൽ നഷ്ടപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന കോസ്റ്റാണ് ഷോർട്ടേജ് ഓർ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 തരത്തിലുള്ള ഇൻവെൻ്ററി റിലേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഈ 4 കോസ്റ്റിനെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.